കാരണം എനിക്ക് പറ്റണില്ല എന്നുള്ളത് എനിക്ക് തന്നെ അറിയുന്നുണ്ട്. കാരണം ഇന്നത്തെ ദിവസം ഞാൻ തള്ളി നീക്കിയത് എനിക്കും എൻ്റെ ബോഡിക്കും മാത്രമല്ല, മെൻ്റൽ പീസൊക്കെ പോയിട്ട്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വാലൻറ്റൈൻസ് ഡേ ആണ്. എല്ലാവർക്കും നല്ലൊരു വാലൻറ്റൈൻസ് ഡേ വിഷ് ചെയ്യാണ് കേട്ടോ. ഞാനൊരു 12 മണിയാകുമ്പോൾ കറക്റ്റ് സമയത്ത് കൊണ്ട് എനിക്കൊരു ഫ്ലവർ കൊടുക്കാൻ പറ്റി. ഞാൻ പറഞ്ഞതുപോലെ എനിക്കെന്തോ കൊടുത്ത് ശീലമായിട്ട് ഈ വർഷം കൊടുക്കാതിരിക്കുക എന്ന് ഓർത്തപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് കിടന്നപ്പോൾ ഇന്നലെ 2:30 സമയമായി. എന്താ ചെയ്യാല്ലേ, അതുകൊണ്ട് തന്നെ ആകെ ടയർഡാണിന്ന്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് എന്നിട്ടായിരുന്നു നൂലപ്പമാണ് ഉണ്ടാക്കണം. അപ്പോൾ മമ്മിയോട് ചോദിച്ചപ്പോൾ മമ്മി പറഞ്ഞു നൂലപ്പം ഉണ്ടാക്കിക്കോ. വീട്ടിലുണ്ടാക്കണം നൂലപ്പം പൊതുവെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഞാനത് നൂലപ്പമാണെങ്കിൽ നാളെ, പക്ഷേ നാളെ തോമൊരു സ്കൂളിൽ പോകുമ്പം കൊടുത്തു വിടാം. ദോശമാവ് ആക്ച്വലി ഇരിപ്പുണ്ട്. ഞാൻ വിചാരിച്ചു നാളെ ഉണ്ടാക്കാം രാവിലെ. ഇന്നിപ്പോൾ സ്കൂളിൽ പോകണ തിരക്കിൽ ദോശ ഉണ്ടാക്കാൻ നിന്നാൽ കുറച്ച് ഡിലേ ആവും. എനിക്ക് ടൈം പോകുന്നൊരു സംശയം. നാളെ ആണെങ്കിൽ എന്തായാലും തോമുന് പോകണ്ട, അപ്പം നാളെ ഉണ്ടാക്കാം എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെന്താണ്, ഇന്നിപ്പോൾ പാച്ചുമില്ല, വീട് ഉണങ്ങിപ്പോവും. പിള്ളേർക്ക് തോമുനും പ്രത്യേകിച്ച് ഇനി ഒന്നും ചെയ്യാനുണ്ടാവില്ല. തോമ ഇങ്ങനെ തന്നെ ഇരിക്കുക, ഫോൺ കാണുക, ഇത് തന്നെയായിരിക്കും ഇനി കുറച്ച് ദിവസത്തിനുള്ള കലാപരിപാടി ഇതായിരിക്കും. അപ്പോൾ എന്താ നല്ലപോലെ ഉറക്കം വരുന്നുണ്ട്. രാവിലെ എണീറ്റിട്ട് കോട്ട് വിടാനായിട്ട് ഞാൻ ഇരിക്കുകയാണ്. അപ്പോൾ വേഗം പോയിട്ട് നൂലപ്പവും മുട്ടക്കറി ഉണ്ടാക്കാം. വീട് ആദ്യം ഒന്ന് തുടയ്ക്കണം. ആകെ നാശമായിട്ടാണ് വീടിരിക്കുന്നത്. അപ്പോൾ വീടൊന്ന് വേഗം തുടച്ചെടുക്കട്ടെ കേട്ടോ. അപ്പം ഞാൻ ഈ താഴെ വന്ന് തുടച്ച് വൃത്തിയാക്കിയെടുത്തു. അത്രയ്ക്ക് നാശമായിട്ടിരിക്കുകയായിരുന്നു. പിള്ളേരുടെ ഫുഡ് ഐറ്റംസും കാരണം തുടച്ചു. അതിനുള്ള വെള്ളം വെച്ചു. പൊടി എടുത്ത് അളന്ന് വെച്ചിട്ടുണ്ട്. മുട്ടക്കറിക്കുള്ള മുട്ട പുറത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ അതേ ചാക്കോച്ചനും അപ്പയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. തോമു എണീറ്റ് വന്നിട്ടില്ല. അപ്പോൾ അതേ ചാക്കോച്ചന് എന്തായാലും നൂലപ്പം ഇഷ്ടമാണ്, തോമുന് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതേ അപ്പയും ചൂടോടെ നൂലപ്പം കഴിക്കുകയാണ്. ഡോൺ ചേട്ടന് പാലൊഴിച്ച് കഴിക്കുന്നതാണ്. ഡോൺ ചേട്ടനും മമ്മിക്കും അതാണ് ഇഷ്ടം കേട്ടോ. എനിക്കിൻ്റെ അടിക്കൊക്കെ കറി വേണം. അപ്പോൾ അതേ ഒരു 11:30 ആയപ്പോഴത്തേന് എൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. ക്ലീൻ ചെയ്തു, കുക്കിങ്ങും ഒക്കെ കഴിഞ്ഞു, ചോറും കറിയും ഒക്കെ റെഡി ആയിട്ടോ. ഇന്ന് എനിക്കറിയില്ല ഞാൻ എങ്ങനെയാണ് അതൊക്കെ വലിച്ച് എത്തിച്ചതെന്നുള്ളത്. എന്തായാലും ലഞ്ച് നേരത്തെ വെക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെന്തായാലും റെഡിയാക്കാൻ പറ്റി എനിക്ക്. കുറേ നാൾ കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ഓർണമെൻറ്റ്സ് കാണും കേട്ടോ. കണ്ടോ, ഇതൊക്കെ ഭയങ്കര ഹെവി എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ഗ്രാൻഡ് ലുക്കിൽ വരുന്ന വൈറ്റ് റൂബിയിലുള്ള ലോക്ക് ബാംഗിൾസ് ആണ് കേട്ടോ. ഈ സൈഡിലാണ് ഇത് ഓപ്പൺ ചെയ്യുക. ഇത് റിസ്റ്റിൽ കിടക്കുന്നതാണ് കേട്ടോ എൻ്റെ ഒരു ഭംഗി. സാധാരണ ഇപ്പോൾ കുറേ പേർക്ക് കാണും സംശയം, സൈസ് പ്രശ്നമുണ്ടോ? അത് സൈസൊന്നും പ്രശ്നമില്ല കേട്ടോ, ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന രീതിയിലുള്ളതാണ് കേട്ടോ. ഇതൊക്കെ ഭയങ്കര സിമ്പിൾ, അതായത് അതൊന്നും വേണ്ട, സിമ്പിളായിട്ട് കുറച്ച് സ്റ്റോൺസ്, ഫോക്കസ് ആവണം, കുറച്ച് സ്റ്റോൺസ് വെച്ച് മതിയെങ്കിൽ ഇതുണ്ടോ നല്ലതായിട്ടല്ലേ. പിന്നെ ഇതുണ്ടോ, ഇത് മൾട്ടി കളറിൻ്റെ ഇതാണ് കേട്ടോ. ഇത് ഭയങ്കര ലിമിറ്റഡ് ആയിട്ട് ഇപ്പോൾ വരുന്നുള്ളൂ. ഇതിപ്പോൾ കുറേ പോയിട്ട് ബാക്കി അത് ഒരെണ്ണമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇത് നല്ലൊരു പീസാണ്. ഇതിൻ്റെ പ്യുവർ വൈറ്റും വരുന്നുണ്ട്, വൈറ്റ് റൂബിയും വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതും നമ്മുടെ കയ്യിൽ പണ്ട് തൊട്ടുള്ളൊരു പാറ്റേൺ ആണ് കേട്ടോ. അത് കേട്ടോ, ഇത് എപ്പോഴും കിട്ടുന്ന ടൈപ്പ് ഒരു ലോക്ക് ബാങ്കിളാണ്. വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ ഡെയിലി ബേസിസിലൊക്കെ ജോലിക്കൊക്കെ പോണവർക്ക് അല്ലെങ്കിൽ കോളേജിലൊക്കെ പോണവർക്ക് ഇടാൻ പറ്റിയ ഒരു ലോക്ക് ബാങ്കിളാണ്. ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വൈറ്റ് സ്റ്റോൺ വരുന്ന ലോക്ക് ബാങ്കിളാണ് കേട്ടോ. നല്ല ഗ്രാൻഡ് ലുക്ക് തരുന്ന, കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൗണിൻ്റെയൊക്കെ കൂടെ ഇടാൻ പറ്റിയ ഇതാണ് കേട്ടോ. ബ്രൈഡിന് മാത്രമല്ല, ഗസ്റ്റായിട്ട് പോകുന്നവർക്കും ഇതൊന്നും വേണ്ട, എനിക്ക് സിമ്പിളായിട്ട് ഒരെണ്ണം വേണം എന്ന് വിചാരിക്കുന്നവർക്ക് ഇത് അടിപൊളിയാണ് കേട്ടോ. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതും വളരെ സിമ്പിളായിട്ട് പക്ഷെ നല്ലൊരു റോയൽ ലുക്ക് തരുന്നൊരു ലോക്ക് ബാങ്കിളാണ്. ഇത്
ഇത് അടിപൊളി സാധനമാണ് കേട്ടോ, ഭയങ്കര റോയൽ ലുക്ക് തരുന്നൊരു. നീ എൻ്റെ കഞ്ഞിപ്പാറ്റിയാണോ? കണ്ടോ നന്നായിട്ടില്ല ഇതൊക്കെ. അപ്പോൾ വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. കുറേ പ്ലാനുകളുള്ള ഒരു ദിവസമായിരുന്നു, ഒന്നും നടന്നില്ല എന്നുള്ളത്. ബിസിനസ് പോലും നടന്നില്ല. ഇന്നൊക്കെ റീസ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ഞാൻ വിചാരിച്ചു, പക്ഷെ നടന്നില്ല. എൻക്വയറീസ് ഉണ്ടായിരുന്നെങ്കിലും എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. കാര്യമായിട്ട് കുക്ക് ചെയ്ത പോലും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല എന്നുള്ളതാണ്. ചില ദിവസം അങ്ങനെയാണ്, ഒരു കാര്യവും നടക്കില്ല. അതിൻ്റെ കൂടെ നിന്നൊരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേനും പീരിയഡ്സ് ആവുകയും ചെയ്തു. അടിപൊളിയായില്ല. തോമുനെ ഡോൺ ചേട്ടൻ ഉച്ചയ്ക്ക് ഹബ്ബിൽ കൊണ്ടുപോയത്, അവർ പോയി. ചാക്കോച്ചന് തോമു ഇല്ലാത്തതുകൊണ്ട് ഒന്നും ചെയ്യാനുമില്ല. സോ എന്നെ മാക്സിമം ഊറ്റിക്കൊണ്ടിരിക്കുകയാണ്. വരുന്നുണ്ട് ചാക്കോ, ഹായ് പറ. അക്കിയുടെ വീട്ടിൽ പോയെന്ന് പറഞ്ഞേ. അക്കിയുടെ വീട്ടിൽ പോയിട്ട് വന്നു. നോ നോ എന്നിട്ട് ഫോൺ എടുക്കാൻ പറ്റില്ല, അപ്പൊ വരും. ഉമ്മ ഫ്ലൈങ് ഡിഷ് കൊടുത്തേ. ഉമ്മ ചുമ ഈ ജീപ്പ് ഓഫ് ആക്കിക്കേ. ജീപ്പ് ഓഫാക്ക്, ജീപ്പ് ഓഫാക്ക്. ജീപ്പ് ഓണാക്കിയിട്ട് വൈബ്രേറ്റർ മോഡിലിട്ടിരിക്കുക. എന്താണ്, ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കില്ല. ഇന്നത്തെ ഒരു ദിവസം അതെങ്ങനെ തുടങ്ങി എങ്ങനെ അവസാനിച്ചു എന്നുള്ളത് എനിക്കറിയില്ല. എന്താണ് എനിക്ക് പറ്റിയതെന്നുള്ളത് വൈകുന്നേരമാണ് എനിക്ക് ആക്ച്വലി മനസ്സിലായത്. എന്താ പറയുക, രാവിലെ പതിവ് പോലെ ഒരു 7 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റു. 7:30 ആയപ്പോൾ പതുക്കെ താഴോട്ട് പോയി. എഴുന്നേറ്റെങ്കിലും സംഭവം 6:30 അലാറത്തിൽ ഞാൻ എഴുന്നേറ്റു. പക്ഷെ പിന്നെയും മടിയായി കിടന്നു. അങ്ങനെയൊക്കെ ഇരുന്നു. എൻ്റെ കാര്യങ്ങളൊക്കെ വളരെ കൃത്യത്തിൽ ഞാൻ ചെയ്തു. വീട് തുടച്ചു, തൂത്തു, ബ്രേക്ക്ഫാസ്റ്റ് നൂലപ്പം മുട്ടക്കറിയും വെച്ചു, ഡോൺ ചേട്ടൻ മമ്മിക്ക് പാല് കാച്ചി വെച്ചു, ലഞ്ച് ഉണ്ടാക്കി. ഇതൊന്നും എനിക്ക് താഴെ ചെന്നതിന് ശേഷം എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം എനിക്ക് എങ്ങനെയും എവിടെയെങ്കിലും ഒന്ന് പോയി കിടന്ന് ഉറങ്ങണം എന്നുള്ളൊരു തോട്ട് മാത്രമേ ഇന്നത്തെ ദിവസമുള്ളൂ. പിന്നെ ഇന്നലെ ഞാൻ വാട്സപ്പിൽ, അതായത് ബിസിനസ് നമ്പറിൽ സ്റ്റാറ്റസ് ഇട്ടിരുന്നു, ഞാൻ ഇന്ന് തൊട്ട് റീസ്റ്റാർട്ട് ചെയ്യുകയാണ് ബിസിനസ് എന്ന് പറഞ്ഞിട്ട്. അതിട്ടു. അതിൻ്റെ ഒരു വില അല്ലെങ്കിൽ അതിനൊരു പ്രോമിസ് കീപ്പ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേ സ്റ്റാറ്റസ് ഇട്ട്, കുറച്ച് എൻക്വയറി വന്നു, അവർക്ക് റിപ്ലൈ കൊടുത്തു. ഒരേ ഒരു ഓർഡർ ഇന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടൊരു പ്രൊഡക്റ്റാണ് അത് പോയതും. എന്താ പറയുക, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് പ്ലാൻ ചെയ്ത് വെച്ചു. ഒട്ടും ഹാപ്പി അല്ലാത്ത ഒരു ദിവസമായിപ്പോയി എനിക്ക് ഈ ഒരു ഫെബ്രുവരി 14 എന്ന് പറയുന്നത്. ഇന്നലെ രാത്രി ഞാൻ കറക്റ്റ് 12 മണിയായപ്പോൾ ഡോൺ ചേട്ടനുണ്ട് വാലന്റൈൻസ് ഡേക്ക് ഗിഫ്റ്റ് കൊടുത്ത് സക്സസ്ഫുള്ളി അത് കംപ്ലീറ്റ് ചെയ്ത് വളരെ ഹാപ്പി ആയിട്ട് തുടങ്ങിയതാണെങ്കിലും രാവിലെ ആയപ്പോഴത്തേനും എനിക്ക് എൻ്റെ ബോഡി ഒട്ടും പറ്റാണ്ടായി തുടങ്ങി. പിന്നെയാണ് മനസ്സിലായത് പീരിയഡ്സ് ആവാനുള്ള ബുദ്ധിമുട്ടുകളായിരുന്നു ഫുൾ. എനിക്കിപ്പം ചാക്കോച്ചിൻ്റെ ഡെലിവറിക്ക് ശേഷം ഭയങ്കര ബുദ്ധിമുട്ടാണ്. പീരിയഡ്സ് വരുമ്പോൾ ഭയങ്കര പെയിൻഫുള്ളാണ്. അല്ലെങ്കിൽ അതിന് മുമ്പ് ഒരു 5-6 ദിവസം മുമ്പ് തൊട്ട് തുടങ്ങും ബുദ്ധിമുട്ടുകളും ക്ഷീണവും. എങ്ങനെയും എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ളൊരു തോട്ടിലായിരിക്കും ഞാനിപ്പോൾ നടക്കുക. അപ്പം സംഭവം പെരുന്നാളിന് മുമ്പോട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ കുഴപ്പമില്ലെന്ന് വെച്ചാൽ ഓടും. പക്ഷേ ഇന്ന് എന്നെ സംബന്ധിച്ച് എനിക്ക് യാതൊരു വിധത്തിലും പറ്റുന്നൊരു ദിവസമില്ല. ഞാൻ എങ്ങനെയൊക്കെയോ ഈ പറഞ്ഞ പോലെ ഇന്നലെ രാത്രി ക്യാബേജ് അരിഞ്ഞ് വെച്ചു, മീൻകറിക്കുള്ളത് വെച്ചു, മീൻകറി വെച്ചു, അപ്പോൾ മീൻ വറക്കാനൊക്കെ മസാല തേച്ച് വെച്ചു. അതുകൊണ്ട് ഇന്നാകെ ചോറ് വെക്കുക, സബോള ഒന്ന് അരിഞ്ഞ് തേങ്ങയൊക്കെ ഒന്ന് ഇട്ട് ആ ക്യാബേജ് ഒന്ന് കൂട്ടുക, മീൻ വറുക്കുക, അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് തന്നെ ഞാൻ ചെയ്തത് എങ്ങനെയാണെന്ന് എനിക്കേ അറിയുള്ളൂ കേട്ടോ. അത്രയ്ക്കും ഒരു സുഖമില്ലാത്തൊരു ദിവസമായിരുന്നു. പിന്നെ ഇന്ന് തോമു കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ പോലെ തന്നെ ഉച്ചയായപ്പോൾ എന്നെ വിളിച്ച് ചോദിച്ചു, ഞാൻ ഹബ്ബിൽ പൊക്കോട്ടെ. ഞാൻ പറഞ്ഞു, നീ എന്തെങ്കിലും ചെയ്യും, നീ എവിടെയാണെന്ന് വെച്ചാൽ പൊക്കോ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ അവൻ ഹബ്ബിൽ പോയി. പതിവ് പോലെ അവരിന്ന് വന്നപ്പോൾ 9 മണിയായി. അതിനും കൂടെ ചേർത്ത് ചാക്കോച്ചന് ഇന്ന് തന്നെ കഴിഞ്ഞ ആഴ്ച ഉറങ്ങി തീർത്തെങ്കിൽ ഈ ആഴ്ച തലകുത്തി നിന്ന് തീർക്കുമായിരുന്നു. കാരണം അത്രയ്ക്കും കുറുമ്പും കാര്യങ്ങളും. ഒരു 5:30 കഴിഞ്ഞപ്പോൾ തൊട്ട് അക്കിയുടെയും പേപ്പൻ്റെയും പാട്ട് തുടങ്ങി. പിന്നെ ഞാനൊരു 6 മണി കഴിഞ്ഞപ്പോൾ താഴെ പോയപ്പോൾ എൻ്റെ അടിയോട് പറഞ്ഞു, ഒന്ന് അക്കിയുടെ അവിടെ കൊണ്ടുപോയിട്ട് വായുന്നു. കാരണം കുട്ടി കുറേ ദിവസമായി പറഞ്ഞു തുടങ്ങിയിട്ട് അക്കി പേപ്പൻ ചേച്ചിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവൻ്റെ മനസ്സിലൊരു വിഷമം വേണ്ട, അവർക്കും ഈ പറഞ്ഞ പോലെ അവനെ ഇപ്പം സ്ഥിരം കണ്ട് അവർക്കും മിസ് ചെയ്ത് തുടങ്ങിയെന്നുള്ളതാണ്. അപ്പം ഞാൻ പിന്നെ വിട്ട് ഒരു 3/4 മണിക്കൂർ അവനോട് ഇരുന്നിട്ട് അവിടുത്തെ ചോറ് കുറച്ച് ഉണ്ടിട്ട് വന്നു. അവനെന്തോ അവിടെ പോയിട്ട് ചോറ് കിട്ടാണ്ട് വിഷമമാണെന്ന് തോന്നുന്നു.
അതൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടും എന്നെ ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ടില്ല. ഞാൻ ആ ഡൈനിങ് ടേബിളായിരുന്നു ബിസിനസ് ചെയ്യാനായിട്ട് സമ്മതിച്ചില്ല കേട്ടോ. ഭയങ്കര വാശിയും കാര്യങ്ങളായിരുന്നു. ചായ വെച്ചൊന്ന് കുടിച്ചപ്പോഴാണ് എനിക്കൊന്ന് സമാധാനമായത്. നല്ല കടുപ്പത്തിലൊരു ചായ ഞാൻ വെച്ച് കുടിച്ചു. പിന്നെ മമ്മി പട്ടിക്കൊക്കെ ഭക്ഷണം കൊടുത്തിട്ട് വന്നിട്ട് നല്ലൊരു സ്നാക്ക് ഉണ്ടാക്കി തന്നു. അതെന്താണെന്നുള്ളത് മമ്മിയുടെ വീഡിയോയിൽ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. അപ്പം അതൊക്കെ കഴിച്ച് ഞാൻ പറഞ്ഞു മമ്മി ഞാൻ വേഗം ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞൊരു 9:15 ആയപ്പം ഭക്ഷണം കഴിച്ച് അവരെ പിള്ളേരെ കുളിപ്പിച്ച് ഡോൺ ചാണ്ടയിൽ കൊടുത്തിട്ട് ഞാൻ ഇപ്പുറത്ത് വന്ന് നല്ല ചൂട് വെള്ളത്തിൽ കുളിച്ചു കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഡോൺ ചാണ്ടോട് പറയുന്നത് എനിക്ക് ഒട്ടും പറ്റണില്ല. എൻ്റെ ബോഡി എനിക്ക് അറിയത്തില്ല ഞാൻ തളർന്ന് പോവാണോ, എനിക്ക് എവിടെയെങ്കിലും ഒന്ന് നിവർന്ന് ഒരു ഫുൾ സ്ലീപ്പ് വേണം. ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ ചിലപ്പം ഇപ്പുറത്തെ റൂമിലായിരിക്കും കിടക്കുക. കാരണം രാത്രി എന്തായാലും ചാക്കോച്ചൻ എഴുന്നേറ്റിരിക്കും. അപ്പോൾ എനിക്ക് ആ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവും. ഞാൻ ഒരു ദിവസം ഞാനൊന്ന് കാരണം എനിക്ക് പറ്റണില്ല എന്നുള്ളത് എനിക്ക് തന്നെ അറിയുന്നുണ്ട്. കാരണം ഇന്നത്തെ ദിവസം ഞാൻ തള്ളി നീക്കിയത് എനിക്കും എൻ്റെ ബോഡിക്കും മാത്രമേ മെൻ്റൽ പീസൊക്കെ പോയിട്ട് എനിക്കറിയില്ല. കൊച്ചിനോട് നമുക്ക് ദേഷ്യപ്പെടാൻ പറ്റില്ല. കൊച്ചിൻ്റെ പ്രായം അതാണ്. അവൻ്റെ മാക്സിമം കുസൃതി കാണിച്ചുകൊണ്ടിരിക്കുക. കസേരയിൽ വലിഞ്ഞ് കയറുക. അടുക്കളയിൽ വന്നാൽ അടുക്കളയിലെ 2 കസേര. ഡൈനിങ് ടേബിൾ ഇങ്ങോട്ട് നീക്കി അവൻ കയറില്ല എന്ന് മമ്മി വിചാരിച്ചു. പക്ഷെ കസേര വലിച്ചിട്ട് കയറുക, അതിൽ നിന്ന് മറിഞ്ഞ് വീഴുക. എനിക്കറിയില്ല. ഞാൻ വിചാരിച്ചു ഇന്ന് എവിടെയെങ്കിലും ഇറങ്ങിപ്പോയാലോ എന്ന് വരെ ഞാൻ വിചാരിച്ചു. കാരണം ചില സമയങ്ങൾക്ക് പ്രത്യേകിച്ച് പീരിയഡ്സ് ആവാൻ നേരത്ത് നമുക്ക് വല്ലാത്തൊരു ഇറിറ്റേഷനായിരിക്കും, അൺകംഫർട്ടബിൾ ആയിരിക്കും, പെയിനും കാര്യങ്ങളുമായിട്ട്. എനിക്ക് ഈ ഡെലിവറിക്ക് ശേഷമാണ് മോസ്റ്റ്ലി നമ്മുടെ ചാക്കോച്ചൻ്റെ ഡെലിവറിക്ക് ശേഷമാണ് എനിക്ക് ഇത്രയും പ്രശ്നങ്ങൾ പീരിയഡ്സ് ആകുമ്പം വരുന്നത് കേട്ടോ. ഫ്ലോ എന്ന് പറഞ്ഞാൽ അതികഠിനമായ ഫ്ലോ ആയിരിക്കും. ഇരിക്കുമ്പം പോലും എനിക്ക് കോൺഫിഡൻസ് ഇല്ലാണ്ടാണ് ഞാൻ ഇരിക്കുക, ലീക്കാവോ എന്നൊക്കെ പേടിച്ചിട്ടാണ് ഞാൻ ഇരിക്കുക. കുറേ പേര് ഈ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു മെൻസ്ട്രൽ കപ്പ് ഒന്ന് യൂസ് ചെയ്ത് നോക്കും. എനിക്ക് ആഗ്രഹമില്ലാതില്ല, പക്ഷെ ഇതുവരെ എനിക്ക് പറ്റിയിട്ടില്ല. സംഭവം എനിക്കിവിടെ 2 ഇരിപ്പുണ്ട്. എപ്പോഴോ ഡോൺ ചാൻ വാങ്ങിയത് ഇരിപ്പുണ്ട്. അതായത് ഡോൺ ചാൻ്റെ ഒരു ഫ്രണ്ടിന് ഇതിൻ്റെ ഒരു ബിസിനസ് തന്നെയുണ്ട്, പാഡും കപ്പും ഒക്കെ ആയിട്ട്. പക്ഷെ ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. യൂസ് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്നൊരു സംഭവമാണ് കുറേ നാളായിട്ട്. സത്യം പറഞ്ഞാൽ അസ്വി ചേച്ചി പറഞ്ഞതിന് ശേഷം തൊട്ട് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇതുവരെ എനിക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അതിലെ സത്യം. ഞാൻ അവരുടെ അടുത്ത് ഇങ്ങനെ നിൽക്കാത്തതെന്ന് വെച്ചിട്ടുണ്ടല്ലോ, എനിക്ക് ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല, കൈക്ക് ഉറപ്പ് കിട്ടുന്നില്ല. ഫോൺ ഇങ്ങോട്ട് മാറ്റി അങ്ങോട്ട് മാറ്റി. പിന്നെ കുറേ പേര് പറഞ്ഞു വീഡിയോയ്ക്ക് സൗണ്ട് ഇല്ല എന്നുള്ളത്. അതെപ്പോഴാണെന്ന് വെച്ചാൽ ഞാൻ ഫ്രണ്ട് ക്യാമിൽ വീഡിയോ എടുക്കുമ്പോഴാണ് സൗണ്ട് ഇല്ലാണ്ട് വരുന്നത്. അതേ സമയത്ത് ഫ്രണ്ട് ക്യാമിൽ എടുത്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ബാക്ക് ക്യാമിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോഴത്തേനും വീഡിയോയ്ക്ക് ഓട്ടോമാറ്റിക്കലി സൗണ്ട് വരുന്നുണ്ട്. ഞാൻ ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ടാണത് ശ്രദ്ധിച്ചത് കേട്ടോ. മമ്മിക്ക് വരെ ആൾക്കാരെ മെസ്സേജ് അയച്ചു തുടങ്ങി. പിന്നെ നിങ്ങൾക്കറിയാലോ ഡിമ്പിളും പാച്ചും പോയാൽ പിന്നെ വീട് ഉറങ്ങിയ മട്ടാണ്. ആരും ഇല്ലാത്ത പോലെ ആയിരിക്കും തോന്നുക. ഒരു മൂഡില്ല. എനിക്ക് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ചൊറിഞ്ഞ് ഞാനും ഡിമ്പിളിങ്ങനെ ചൊറിഞ്ഞ് നിൽക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യമൊക്കെ പറയും. പാച്ചുവിനെ ആയാലും പിള്ളേർ തോമുന് സത്യം പറഞ്ഞാൽ ഒന്നും ചെയ്യാനില്ലാത്തൊരവസ്ഥയായി. പാച്ചു ഉണ്ടായിരുന്നെങ്കിൽ മേ ബി തോമോ ഹബ്ബിൽ പോകണമെന്ന് പറഞ്ഞ് വാശി. ഇപ്പം പാച്ചു ഇല്ലാത്ത ഈ 2 വീക്സാണ് ഹബ്ബിൽ പൊക്കോട്ടെ എന്ന് ചോദിച്ച് പറയുന്നത്. എന്തെങ്കിലും ചെയ്യും. ഇനിയിപ്പോൾ എന്താ ഉണ്ടാവാൻ പോകാൻ വെച്ചാൽ നാളെ സാറ്റർഡേ ആണ്, സ്കൂളില്ല. അവൻ അപ്പം പോകുമ്പോൾ കാര്യം അതാണ് ഉണ്ടാവാൻ പോണത്. 2 ചീത്ത വെക്കുമ്പോൾ പിന്നെ മിണ്ടില്ല. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ തോമോൻ്റെ ഒരു റൊട്ടീൻ എന്ന് പറയുന്നത്. ഇന്ന് സത്യം പറഞ്ഞാൽ ഞാൻ വീട്ടിലോട്ടും വിളിച്ചിട്ടില്ല. ഇപ്പം ഞാൻ 1 വീക്കായിട്ട് സ്ഥിരം 2 നേരം വിളിച്ച് വീഡിയോ കോൾ ചെയ്ത് പിള്ളേരെ കാണിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു സ്ഥിരം. മറ്റേത് എനിക്ക് സമയമില്ലാണ്ട് വരുമ്പോൾ എനിക്കൊന്നും ഞാൻ പറ്റുന്നില്ലായിരുന്നു. എനിക്കതും ഒരു സങ്കടമായിരുന്നു, വീട്ടിൽ കറക്റ്റായിട്ട് എനിക്ക് വിളിക്കാൻ പറ്റാത്തതിൽ. ഇന്ന് പക്ഷേ എനിക്ക് ഒട്ടും വയ്യായിരുന്നു, അതുകൊണ്ട് ഞാൻ വിളിച്ചില്ല. അമ്മ മെസ്സേജ് അയച്ചു, അമ്മ പള്ളിയിൽ പോകുന്നത് വെള്ളിയാഴ്ചയാണ്, നമ്മുടെ മണ്ടാട് പള്ളിയിൽ പോകും, ധ്യാനത്തിന് പോയിട്ട് കഞ്ഞി കുടിച്ചിട്ട് വരാനായിരിക്കും പ്ലാൻ. എനിക്ക് ഇപ്പം മണ്ടാട് പള്ളിയിൽ നിന്ന് കേട്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. അമ്മയുടെ പ്ലാൻ എന്താ ചെയ്തതെന്നൊന്നും എനിക്കറിയില്ല. പോകുമ്പോൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അമ്മ വാട്സപ്പിൽ മെസ്സേജ് ഇടും ഞാൻ പോവാണ്. തിരിച്ചു വരുമ്പോൾ അമ്മ പറയും ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട്. അതായത് ഞാൻ പോവാണ്, വിളിച്ചാൽ കിട്ടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. തിരിച്ചത് ഞാൻ വന്നു, എന്നെ നീ എപ്പോൾ വേണമെങ്കിലും വിളിച്ചോ എന്നാണ് കേട്ടോ. അങ്ങനെയൊക്കെ വിശേഷങ്ങൾ. അപ്പം ഇന്നൊരു ദിവസം എനിക്കെൻ്റെ ഒരു കാര്യങ്ങളും സംഭവം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വളരെ കൃത്യയിൽ കുക്കിങ് ക്ലീനിങ് ഒക്കെ ചെയ്തെങ്കിലും ഒന്നും ഞാൻ എടുത്തില്ല. നിങ്ങൾക്ക് എൻ്റെ അവസ്ഥ മനസ്സിലാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു സെക്ഷൻ മാത്രം ഒരു കുട്ടി ബിസിനസ് വീഡിയോ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ഒരു പ്രൊഡക്റ്റ് വേണമെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. പിന്നെ ചിലരുണ്ട് കേട്ടോ
എടുക്കില്ല, അല്ലെങ്കിൽ എടുക്കില്ല എന്ന് ഉറപ്പുണ്ടായിരിക്കും ചിലർക്ക് ചിലപ്പോൾ ബഡ്ജറ്റ് പറ്റിയിട്ടുണ്ടാവില്ല. അത് ഓക്കെ, ബഡ്ജറ്റ് ഇപ്പം നിങ്ങൾ ഒരു 500 രൂപയ്ക്ക് എടുക്കാമെന്ന് വിചാരിക്കുന്ന സാധനം ചിലപ്പം വില കൂടുതലായിരിക്കും. അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചിലർ പറയാം എനിക്കിത് ഇഷ്ടമില്ല, എനിക്ക് അങ്ങനെ വാങ്ങിക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് വിലയൊന്നും അറിയാം. അത് കേൾക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ സമയമില്ലാത്ത സമയത്ത് ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ് ഇതൊക്കെ. എന്നോട് ഇങ്ങനെയെന്ന് പറയുമ്പം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആസ് എ പേഴ്സൺ എനിക്ക് ദേഷ്യം വരും, മനസ്സിൽ ദേഷ്യം വരും. അവരോട് എനിക്കൊന്നും പറയാൻ പറ്റില്ല. ചില സമയത്ത് നമ്മുടെ ബിസിനസ്സാണ്, നമ്മളിതൊക്കെ പാർട്ട് ഓഫ് ദി ഗെയിം ആണെങ്കിലും ചിലർ വാങ്ങിക്കാനേ ഉദ്ദേശിച്ചില്ല, ഇല്ലേ എനിക്ക് ഗോൾഡേ പറ്റുള്ളൂ. കണ്ടുകൊണ്ട് ഞാൻ ചോദിച്ചാണ്. ചിലർ പറയും ഇതെൻ്റെ ഗോൾഡ് തന്നെ എൻ്റെ ഉള്ളൂ. പിന്നെ ഞാൻ പിന്നെ എന്തിനാണ് നിങ്ങൾ ചോദിക്കുന്നത്? എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിക്കും പിന്നെ എന്ത് തേങ്ങയ്ക്കാണ് നിങ്ങൾ ചോദിക്കുന്നതെന്നൊക്കെ ഞാൻ വിചാരിക്കും കേട്ടോ. അപ്പം അങ്ങനെയുള്ളൊരു ദൈവത്തെ ഓർത്ത് മെസ്സേജ് അയക്കാതിരിക്കുക, എനിക്കതേ പറയാനുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ വിശേഷങ്ങൾ. നാളെ വീഡിയോ പറ്റിയാലെടുക്കുക. ഈ പറയുന്ന പോലെ തോമുണ്ട് നാളെ. അപ്പോൾ എന്താകും എന്നൊന്നും എനിക്ക് അറിയില്ല. അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.